ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹിസ്റ്റോറിക്സ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സെറ്റ് എക്സാമിൻ്റെ ഒരു സിലബസ് അനാലിസിസ് ചെയ്യും എന്നുള്ളത്. സോ നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു സിലബസ് അനാലിസിസ് സെഷനാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സെറ്റ് എക്സാം എന്ന് പറയുന്നത് ആക്ച്വലി വളരെ വലിയൊരു സിലബസ് ഉള്ള ഒരു എക്സാമാണ്. അതേസമയം ഭയങ്കര ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻസ് പോകില്ല എന്നുള്ളൊരു ഗുണമാണ് സെറ്റിനെയും നെറ്റിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഉള്ളൊരു സെറ്റ് എക്സാമിലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നെറ്റ് എക്സാമിൽ സിലബസ് ഏരിയ വൈസ് കുറച്ച് കുറവാണ്. അതായത് ഇന്ത്യൻ ഹിസ്റ്ററിയും ഹിസ്റ്റോറിയോഗ്രാഫിയാണ് നെറ്റ് എക്സാമിൽ മെയിനായിട്ട് വരുന്നത്. പക്ഷേ ആ സിലബസിനകത്ത് ഭയങ്കര ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് പോകും. അതേസമയം സെറ്റ് എക്സാമിലേക്ക് വരുന്ന സമയത്ത് അതിനകത്ത് ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, വേൾഡ് ഹിസ്റ്ററി ഉണ്ട്, കേരള ഹിസ്റ്ററി ഉണ്ട്, ഹിസ്റ്റോറിയോഗ്രാഫി ഉണ്ട്. പിന്നെ പേപ്പർ 1 ആയിട്ട് നമ്മൾ നെറ്റ് എക്സാമിലുള്ള പോലെ തന്നെ പേപ്പർ 1 അതിനകത്ത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെയുള്ള ഏരിയാസും ഉണ്ട് എന്നുള്ളതാണ്. സബ്ജക്റ്റിലേക്ക് വരികയാണെങ്കിൽ ഏരിയ കൂടുതലാണ്, പക്ഷേ അതിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കുറച്ചുകൂടിയൊക്കെ ഒരു മീഡിയം ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവാറുള്ളത്. അത് നെറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്താണ് കേട്ടോ. അല്ലാത്തൊരവസ്ഥയിൽ സെറ്റ് എക്സാമും അത്യാവശ്യം ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള എക്സാമാണ്. സോ സെറ്റ് എക്സാമിനെ സംബന്ധിച്ചിട്ട് ഒരു പ്രിലിമിനറി ഇൻഫർമേഷൻ എന്നുള്ള നിലക്ക് ഞാൻ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്ന്, നമ്മുടെ കേരളത്തിലെ സ്കൂളുകളിൽ, അതായത് ഹയർ സെക്കൻഡറിയിലേക്കുള്ള ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടെസ്റ്റാണ് സെറ്റ് എക്സാം എന്ന് പറയുന്നത്. ആൻഡ് നിങ്ങൾക്ക് സെറ്റ് എക്സാം നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ, ഇഫ് യു ആർ ക്വാളിഫൈഡ് സെറ്റ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹൈസ്കൂള് അതുപോലെ UP ഒക്കെ നിങ്ങൾക്ക് അത് വെച്ചിട്ട് പഠിപ്പിക്കാനായിട്ട് പറ്റും. BEd ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ. കേട്ടിട്ട് പകരമായിട്ടും സെറ്റിനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. പിന്നെ സെറ്റും നെറ്റും തമ്മിലുള്ള മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത്, സെറ്റ് എക്സാമിൻ്റെ അതൊരു ക്വാളിഫയിങ് ടെസ്റ്റാണ്, നോട്ട് എ കോമ്പറ്റീറ്റീവ് എക്സാം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സെറ്റ് എക്സാമിന് നിശ്ചിത കട്ട് ഓഫ് ഉണ്ട്. അതായത് നമ്മൾ ഒരു OBC കാൻഡിഡേറ്റ് ആണെങ്കിൽ മൊത്തം 240-ൽ 108 മാർക്ക് നമുക്ക് വേണം എന്നുള്ളതാണ്. ഞാൻ കൃത്യമായിട്ട് പറയാം. സോ അത്തരത്തിൽ മൊത്തം എഴുതിയിട്ടുള്ള OBCക്കാരും 108 മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ മൊത്തം ആൾക്കാർക്ക് എന്ത് ചെയ്യും? സെറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റും. അന്ന് എഴുതിയിട്ടുള്ള ഒരൊറ്റ OBCക്കാരനും 108 മാർക്ക് വാങ്ങിയിട്ടില്ലെങ്കിൽ ആർക്കും സെറ്റ് എക്സാം കിട്ടൂല. പക്ഷെ നെറ്റ് എക്സാം ആണെങ്കിൽ അതിനകത്ത് ടോപ്പ് 6% മാത്രമേ നെറ്റ് കിട്ടുള്ളൂ. കട്ട് ഓഫ് ഓരോ സമയത്തും മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇത് അടിസ്ഥാനപരമായിട്ട് അറിയണം എന്നുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതിനകത്ത് വരുന്നത്, സെറ്റ് എക്സാം എല്ലാ വർഷത്തിലും 2 തവണ തന്നെയാണ് നടക്കാറുള്ളത്. നെറ്റ് എക്സാമിനെ പോലെ തന്നെ കേരള സ്റ്റേറ്റ് LBS ആണ് ചെയ്യുന്നത് സെറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ സെറ്റിന് അപ്ലൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് വേണം? 50% മാർക്ക് വേണം. ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെയാണ് സെറ്റിൻ്റെ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനകത്ത് നെറ്റിനെ പോലെ തന്നെ സെറ്റ് എക്സാമിനും പേപ്പർ 1ഉം പേപ്പർ 2ഉം ഉണ്ട്. പക്ഷെ അതിന് മാർക്കിങ്ങിനും അതിൻ്റെ സമയത്തിലും ഒക്കെ കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ട്. നമ്പർ ഓഫ് ക്വസ്റ്റ്യനകത്തും വ്യത്യാസങ്ങളുണ്ട്. സോ ഞാൻ ജസ്റ്റ് അടുത്തൊരു സ്ലൈഡിൽ എത്ര മാർക്കാണ് ആ ഒരു കട്ട് ഓഫ് എന്നുള്ളത് പറയുന്നുണ്ട്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് ജനറൽ കാറ്റഗറി ആണെങ്കിൽ അവർക്ക് ടോട്ടൽ 48% എന്ത് ചെയ്യണം? മാർക്ക് വാങ്ങണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ OBC കാറ്റഗറി ആണെങ്കിൽ ടോട്ടൽ 45% മാർക്ക് വാങ്ങണം. ആൻഡ് PWD അല്ലെങ്കിൽ SC/ST, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്, ഈ കാറ്റഗറിക്ക് ആണെങ്കിൽ അവർക്ക് 40% മാർക്ക് വാങ്ങണം എന്നുള്ളതാണ്. സോ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇത് അറിയുന്നതിനായിരിക്കാം, ബട്ട് സ്റ്റിൽ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് ടോട്ടൽ നമ്മുടെ മാർക്ക് വരുന്നത് 240-ലാണ്. അതിൽ 120 മാർക്ക് ഫോർ പേപ്പർ 1. പേപ്പർ 1ന് 120 മാർക്ക്. ആൻഡ് ബാക്കി 120 മാർക്ക് വരുന്നത് നമ്മുടെ സബ്ജക്റ്റിന്, അതായത് ഹിസ്റ്ററിക്ക് എന്ത് ചെയ്യുന്നു? 120 മാർക്കും വരുന്നു എന്നുള്ളതാണ്. ഈ രീതിയിലാണ് എക്സാമിൻ്റെ ഒരു പാറ്റേൺ. അതിൻ്റെ ഇത് രണ്ടും പാടെ ചേർത്ത് ടോട്ടൽ എന്ത് ചെയ്യുന്നു? 240 മാർക്ക് ഉണ്ടാവും. ഈ 240-ൽ നമ്മൾ ഒരു ജനറൽ കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ആളാണെങ്കിൽ നമുക്ക് 115 മാർക്കാണ് ക്വാളിഫയിങ് ആയിട്ട് വേണ്ടത്. OBC കാറ്റഗറി ആണെങ്കിൽ 108 മാർക്ക് വേണം. ആൻഡ് SC കാറ്റഗറി ആണെങ്കിൽ 96 മാർക്ക് വാങ്ങും. ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുക? ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്, നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത്. ആൻഡ് നമ്മളത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ക്വാളിഫൈ ചെയ്യാം എന്നുള്ളതാണ്.
പിന്നെ നമ്മൾ നെറ്റിനകത്ത് JRF ഉണ്ട്, ഹയസ്റ്റ് മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള സംഭവമൊന്നും ഇവിടെ അല്ല. ഇതിനകത്ത് ഇപ്പോൾ 240 മാർക്ക് വാങ്ങിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് സെറ്റ് മാത്രമേ കിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് JRF എന്നോ അല്ലെങ്കിൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു റിസർച്ച് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സംഗതിയൊന്നും അതിൽ വരുന്നില്ല. ഇനി സമയത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് പേപ്പർ 1-ന് 2 hours ഉണ്ടായിരിക്കും, പേപ്പർ 2 സബ്ജക്റ്റിനും 2 hours ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ആൻഡ് ഈ 2 hours എന്ന് പറയുന്നത് നമ്മൾ നെറ്റ് എക്സാമിന് മൊത്തം 3 hours കണ്ടിന്യൂസ്ലി ഒറ്റ സ്ട്രെച്ചിലാണ് വരിക. പക്ഷേ സെറ്റ് എക്സാമിലേക്ക് വരുന്ന സമയത്ത് 2 hours കഴിഞ്ഞ്, അതായത് 10 മുതൽ 12 വരെ ഒരു എക്സാം, ഒരു ഷിഫ്റ്റ്, then അതിനുശേഷം 2 മുതൽ 4 വരെ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുക, 2 ഷിഫ്റ്റിലാണ് എക്സാം നടക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഒരു ലഞ്ച് ബ്രേക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ വീണ്ടും ഒരു കമ്പാരിസൺ കൂടി നടത്താൻ നെറ്റും സെറ്റും തമ്മിലുള്ള മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത്, നെറ്റ് എക്സാം എന്ന് പറയുന്നത് അത് ഓൺലൈൻ എക്സാം ആണ്, അതായത് കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. സെറ്റ് എക്സാം എന്ന് പറയുന്നത് പേപ്പർ ബാക്ക് ആണ്, അതായത് OMR എക്സാം ആണ്. അപ്പോൾ ഇത്രയാണ് ഞാൻ ഒരു കമ്പാരിറ്റീവ്ലി പറഞ്ഞത്. എന്തിനാന്ന് വെച്ചാൽ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് എന്ന് പറയുന്നത് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. ഇറ്റ് മീൻസ് കോളേജുകളിൽ അതുപോലെയുള്ള PhDക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അതേസമയം സെറ്റ് എക്സാം എന്ന് പറയുമ്പോൾ ഹയർ സെക്കൻഡറി ലെവലിലേക്കുള്ള ക്വാളിഫിക്കേഷനും ആണ്. ഇനി നമ്മളിതിൻ്റെ സിലബസിലേക്ക് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞു, അതിനകത്ത് പേപ്പർ 1-ഉം അതുപോലെ തന്നെ സബ്ജക്റ്റും ഉണ്ട് എന്നുള്ളത്. പേപ്പർ 1-ന്റെ ചെറിയൊരു ഔട്ട്ലൈൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതേസമയം സബ്ജക്റ്റിന് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ അതിൻ്റെ ഈച്ച് ആൻഡ് എവറി ടോപ്പിക് ഡിസ്കസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലെങ്തി ആയിട്ടുള്ളൊരു സെഷനായിട്ട് അത് മാറും. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു വലിയൊരു ഉദ്യമത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. മറ്റൊരു സമയത്ത് നമുക്കത് ചെയ്യാം എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, സോ പേപ്പർ 1-ലേക്ക് വരികയാണെങ്കിൽ അതിനകത്ത് 6 യൂണിറ്റുകളാണുള്ളത്. ആൻഡ് ആ 6 യൂണിറ്റുകളെ വീണ്ടും മൊഡ്യൂൾസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതെല്ലാത്തിനും സബ്ജക്റ്റിലും അങ്ങനെ തന്നെയാണ് മൊഡ്യൂളുകളായിട്ട്. ഈ ഒരു ഓരോ യൂണിറ്റിലും ഒരു 5ഉം 6ഉം 4ഉം ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും, മൊഡ്യൂളുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. ആൻഡ് ഇവിടെ പേപ്പർ 1-ലെ പ്രധാനപ്പെട്ട ഏരിയാസ് എന്ന് പറയുന്നത് നമ്മൾ നെറ്റിലെ പോലെ തന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിനകത്ത് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് വരും, ICT ഇൻ എഡ്യൂക്കേഷൻ ഉണ്ട്, ആൻഡ് കമ്മ്യൂണിക്കേഷൻ അതിനകത്ത് വരുന്നുണ്ട്. ദെൻ ഒരു കുറച്ച് കറണ്ട് അഫയേഴ്സ് തുടങ്ങിയിട്ടുള്ള സംഗതികളൊക്കെ എന്ത് ചെയ്യും, ഈ ഒരു പേപ്പർ 1-നകത്ത് വരും എന്നുള്ളതാണ്. പേപ്പർ 1-നെ നമ്മൾ വേറെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യും. ആൻഡ് മറ്റെല്ലാ സബ്ജക്റ്റുകൾക്കും നെറ്റിലെ പോലെ തന്നെ ഈ ഒരു പേപ്പർ 1 വളരെ കോമൺ ആയിട്ടുള്ളത് തന്നെയാണ്. ഇനിയും സബ്ജക്റ്റിന്റെ സിലബസിനെ പറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ മൊത്തം 6 യൂണിറ്റുകളാണുള്ളത്. ഓക്കെ, ടോട്ടൽ 6 യൂണിറ്റുകളാണുള്ളത്. ഈ 6 യൂണിറ്റുകളെ നമ്മൾ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, മൊഡ്യൂളുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ മൊഡ്യൂളുകൾ എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ചില ഭാഗത്ത് എന്ത് ചെയ്യുന്നു 10 മൊഡ്യൂള്, ചിലയിടത്ത് 8 മൊഡ്യൂള്, ചിലയിടത്ത് 12 മൊഡ്യൂള്, ഈ രീതിയിലൊക്കെ എന്ത് ചെയ്യും, അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കും എന്നുള്ളതാണ്. ഏതാണ്ട് ഒരു 60+ അല്ലെങ്കിൽ 60-ലധികം യൂണിറ്റുകൾ നമുക്ക് എല്ലാം പാടെടുത്ത് കഴിഞ്ഞാൽ 60-ലധികം മൊഡ്യൂളുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇനി ഈ 6 യൂണിറ്റുകൾ ഏതൊക്കെ ഏരിയനെ വെച്ച് വരുന്നതെന്ന് വെച്ചാൽ, ഒന്ന് ഹിസ്റ്റോറിക്കൽ മെത്തേഡ്സ് എന്നുള്ളതാണ്, പിന്നെ അതിനകത്ത് ഹിസ്റ്റോറിയോഗ്രാഫി, പിന്നെ കേരള ഹിസ്റ്ററി, അതിനകത്ത് പ്രീ മോഡേൺ കേരള, മോഡേൺ കേരള, ഇതെല്ലാം വരും. അല്ലെങ്കിൽ നമ്മൾ ആൻഷ്യന്റ്, കേരളത്തിൽ പൊതുവെ നമ്മൾ ആൻഷ്യന്റ് കേരള എന്ന് പറയാറില്ല, പക്ഷെ എന്തായാലും ഉദ്ദേശം അത് തന്നെയാണ്. പ്രീ മോഡേൺ എന്ന് വെച്ചാൽ ആൻഷ്യന്റ് ആൻഡ് മെഡീവൽ എന്നുള്ളതാണ്. പിന്നെ അതിനകത്ത് മോഡേൺ എന്ന് പറയുമ്പോൾ നമ്മൾ മെഡീവലിന് ശേഷമുള്ള കേരള ഹിസ്റ്ററി, പിന്നെ അതിനകത്ത് ഇന്ത്യൻ ഹിസ്റ്ററി, ആൻഷ്യന്റ് ആൻഡ് മെഡീവൽ ഇന്ത്യ ഒരു യൂണിറ്റ് ആയിട്ട് വരുന്നു, പിന്നെ മോഡേൺ ഇന്ത്യ സെപ്പറേറ്റ്ലി മറ്റൊരു യൂണിറ്റ് ആയിട്ട് വരുന്നു, ആൻഡ് ഫൈനലി വേൾഡ് ഹിസ്റ്ററി. സോ ടോട്ടൽ എന്ത് ചെയ്യുന്നുണ്ട്, 6 ഏരിയാസ് അല്ലെങ്കിൽ മെയിൻ 6 യൂണിറ്റുകളാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഇനി ഒരു കാര്യം പറയട്ടെ, നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്ത് നമ്മൾ കൂടുതൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാറുണ്ട്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഒരു QR കോഡ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഈ QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ ഈ ഒരു ഫോണിലാണ് വാച്ച് ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് അടിച്ചു വെക്കുക, എന്നിട്ട് പിന്നെ അതൊന്ന് ആ ഒരു സ്ക്രീൻഷോട്ടിനൊന്ന് സ്കാൻ ചെയ്താൽ മതി. ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ എന്ത് ചെയ്യാം, ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് അതിൽ കൊടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഏരിയാസ് എന്ന് പറയുന്നത്. ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്ന് വെച്ചാൽ ഹിസ്റ്ററി റൈറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് സോഴ്സിന്റെ കളക്ഷൻ, ഡാറ്റ കളക്ഷൻ എന്നൊക്കെ പറയുന്ന കുറേ ഏരിയാസ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അതിനകത്ത് വരും. അതുപോലെ ഹിസ്റ്ററി, മറ്റു സബ്ജക്റ്റുകൾ തമ്മിലുള്ള റിലേഷൻ, ഞാൻ അതിലേക്ക് പോവാട്ടോ. പിന്നെ ഹിസ്റ്റോറിയോഗ്രാഫി, സ്കൂൾസ് ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫി എന്നുള്ളത്, പിന്നെ നമ്മുടെ ഇന്ത്യയിലെ ഇതിഹാസ പുരാണ ട്രഡീഷൻ, ഇങ്ങനെയുള്ള ബുദ്ധിസ്റ്റ് ട്രഡീഷൻ, ഇങ്ങനെയൊക്കെ അതിനകത്ത് വരും. പിന്നെ കേരള ഹിസ്റ്ററി, ആൻഷ്യന്റ് ആൻഡ് മെഡീവൽ ഇന്ത്യ, ദെൻ മോഡേൺ ഇന്ത്യ, വേൾഡ് ഹിസ്റ്ററി, ഈ രീതിയിലാണ് വരിക. വേൾഡ് ഹിസ്റ്ററി ഇതിനകത്ത് തന്നെ ആൻഷ്യന്റ് മുതൽ
മോഡേൺ വേൾഡ് വരെ ഉള്ളത് പോവും. മോഡേൺ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പ്രീ ഇൻഡിപെൻഡൻറ്റും അതുപോലെ പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയും അതിനകത്ത് വരും എന്നുള്ളതാണ്. വളരെ റീസെൻ്റ് ആയിട്ടുള്ള ഇവൻറ്റുകൾ വരെ അതിനകത്ത് കാണാനായിട്ട് പറ്റും. പിന്നെ അതിനകത്ത് ഫസ്റ്റ് യൂണിറ്റിലേക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ മെത്തേഡിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് പ്രധാനമായിട്ടും ഹിസ്റ്ററീൻ്റെ എപ്പിസ്റ്റമോളജി എന്നുള്ളത്, അതിനകത്ത് നോളജ് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇന്റർ ഡിസിപ്ലിനാരിറ്റി, ഹിസ്റ്ററിയും മറ്റു സബ്ജക്റ്റുകളും തമ്മിലുള്ള റിലേഷൻസ്, അതുപോലെ റിസർച്ച് ടൂൾസ്, ക്രിറ്റിസിസം, ഡാറ്റ കളക്ഷൻ, അതിൻ്റെ അനാലിസിസ്, ഇതൊക്കെ അതിനകത്ത് വരുന്ന ഏരിയാസ് ആണ്. കൺസെപ്റ്റലൈസേഷൻ ആൻഡ് ഫ്രെയിംവർക്സ്, ഇതെല്ലാം, അതായത് ഇത് ഞാൻ വളരെ കുറച്ച് ഏരിയ മാത്രമേ ഇതിനകത്തേക്ക് വെച്ചിട്ടുള്ളൂ. ഇതിനേക്കാളും വലിയ പരന്ന് കിടക്കുന്ന ഒരു ഏരിയയാണ് ശരിക്കും ഈ ഒരു ഹിസ്റ്റോറിക്കൽ മെത്തേഡിനകത്ത് പറയുന്നത്. ഈ ഓരോ യൂണിറ്റിലും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് ഏരിയാസ് പറയുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ അങ്ങനെ ഈച്ച് ആൻഡ് എവറി ടോപ്പിക് എടുത്തിട്ട് ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. അങ്ങനെ നമ്മൾ പറയാൻ പോയി കഴിഞ്ഞാൽ അത് അവേഴ്സ് ഓഫ് ലെങ്ത് ഉള്ള വലിയൊരു സെഷനായിട്ട് മാറും എന്നുള്ളതാണ്. സോ ജസ്റ്റ് കുറഞ്ഞ സമയത്തിനിടയ്ക്ക് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കണം എന്നുള്ളത് കൊണ്ട് ഈ ഒരു മെയിൻ ടോപ്പിക്കുകൾ മാത്രം പറഞ്ഞിട്ട് പോവുക, അല്ലെങ്കിൽ ഒരു ഔട്ട്ലൈൻ മാത്രം പറയുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഹിസ്റ്റോറിയോഗ്രാഫിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു ഇന്ത്യയിലെ ആൻഷ്യന്റ് ഇന്ത്യൻ ട്രഡീഷൻസ് ഉണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഇതിഹാസ പുരാണ ട്രഡീഷൻ, അതുപോലെ തന്നെ മെഡീവൽ സമയത്തുള്ള കോർട്ട് ക്രോണിക്കിൾസ്, പിന്നെ കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രാഫി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്തിട്ട് നാഷണലിസ്റ്റ് റൈറ്റിംഗ് വരുന്നു. പിന്നെ യൂറോപ്പിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ ഗ്രീക്കോ റോമൻ ട്രഡീഷൻ വരുന്നുണ്ട്. പിന്നെ മോഡേൺ സ്കൂളുകൾ വരുന്ന സമയത്ത് അതിനകത്ത് റെനൈസൻസ്, ഈ സമയത്തുള്ളതൊക്കെ വരും. പിന്നെ മാർക്സിസ്റ്റ്, സബാൾട്ടൺ, പോസ്റ്റ് മോഡേൺ ട്രെൻഡ്സ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അനാലിസിസ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഹിസ്റ്റോറിയോഗ്രാഫിയുടെ മോഡേൺ സ്കൂളുകളും ആൻഷ്യന്റ് മെഡീവൽ സമയത്തുള്ള ഹിസ്റ്റോറിയോഗ്രാഫി, അതിനകത്ത് ഇബ്നു ഖൽദൂൻ, സെയിന്റ് അഗസ്റ്റിൻ, ഇവരൊക്കെ പരാമർശിക്കുന്ന ഒരു ഏരിയയാണ് ശരിക്കും ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്നത്. പിന്നെ കേരള ഹിസ്റ്ററി എന്നുള്ളതാണ് നമ്മളിൽ പല ആൾക്കാർക്കും കുറച്ചുകൂടി ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും കേരള ഹിസ്റ്ററി. അതേസമയം കൂടുതൽ ക്രെഡിറ്റ് പോകുന്ന, അതായത് 20 ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ഒരു ഏരിയ തന്നെയാണ് കേരള ഹിസ്റ്ററി എന്ന് പറയുന്നത്. കേരള ഹിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഏരിയാസ് നമ്മൾ അതിനകത്ത് പറയേണ്ടതായിട്ടുണ്ട്. അതിനകത്ത് കേരളത്തിന്റെ ജോഗ്രഫി അടക്കം എന്ത് ചെയ്യുന്നുണ്ട് ക്വസ്റ്റ്യനിൽ കാണാവുന്ന സംഗതിയാണ്. പിന്നെ അതിനകത്ത് കേരളത്തിലെ ഈ ഒരു സംഗം ഏജ്, അതുപോലെ തന്നെ മെഗാലിത്തിക് മോണമെന്റ്സിന്റെ ഒരു പീരീഡ്, പിന്നെ അതുപോലെ തന്നെ നിയോളിത്തിക് സമയത്ത് കേരളത്തിലെ സെറ്റിൽമെന്റ്സ്, പിന്നെ അതുപോലെ തന്നെ കേരളത്തിലെ അഡ്മിനിസ്ട്രേഷൻ, പെരുമാളത്തിനെ സംബന്ധിച്ച് കൊളോണിയൽ റെസിസ്റ്റൻസ്, അതിനകത്ത് പഴശ്ശി റിവോൾട്ടുകൾ മറ്റുള്ളതൊക്കെ വരും. പിന്നെ ഈ മൈസൂർ ഇന്റർലൂഡ് എന്ന് പറഞ്ഞ, അതായത് മൈസൂർ റൂളേഴ്സിന്റെ ഒരു വരവ്, ഇങ്ങനെ തുടങ്ങി ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ഇടപാടുകൾ, ഈ പറഞ്ഞ യൂറോപ്യൻസ് ആയിട്ടുള്ള പോർച്ചുഗീസുകാരുമായിട്ടും ഡച്ചുകാരുമായിട്ടൊക്കെയുള്ള ഇടപാടുകൾ, പിന്നെ അതുപോലെ തന്നെ തിരുവിതാംകൂറിന്റെ ചരിത്രം, കൊച്ചിയുടേത്, ജമോറിന്റെ ചരിത്രം, ഇതൊക്കെ വരുന്ന ഒരു ഏരിയ ആണ് കേരള ഹിസ്റ്ററി എന്ന് പറയുന്നത്. അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിക്കുന്നതാണ്. പിന്നെ അതിനകത്ത് നമുക്ക് കേരള റെനൈസൻസ് എന്ന് പറയുന്നത് എല്ലാ എക്സാമിനും, കേരളത്തിൽ നടക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ എക്സാമിനും ഉള്ള ഒരു ഏരിയ തന്നെയാണ് ഈ പറഞ്ഞ കേരള റെനൈസൻസ് എന്ന് പറയുന്നത്. അതും ഇതിനകത്ത് തന്നെ ഉൾക്കൊള്ളുന്ന ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ പേപ്പർ 1ലേക്കും ആ ഭാഗം നമുക്ക് ആവശ്യമായിട്ട് വരും എന്നുള്ളതാണ്. പിന്നെ കേരള മോഡൽ ഡെവലപ്മെന്റ്, കേരള ലാൻഡ് റിഫോംസ്, മൈഗ്രേഷൻ, ഇങ്ങനെയുള്ള കുറേ ഏരിയാസ് ഉള്ളതാണ് കേരള ഹിസ്റ്ററി എന്ന് പറയുന്നത്. പിന്നെ അതിനകത്ത് വരുന്നത് നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു യൂണിറ്റ് 4 എന്ന് പറയുന്നത് ആൻഷ്യന്റ് ആൻഡ് മെഡീവൽ ഇന്ത്യ എന്നതാണ്. അതായത് നമ്മളുടെ ആൻഷ്യന്റ് ഇന്ത്യയിലെ ഹരപ്പൻ സിവിലൈസേഷൻ, വേദിക് ഏജ്, മൗര്യൻ, ഗുപ്ത, ഇങ്ങനെയുള്ള ആൻഷ്യന്റ് ഇന്ത്യയിലെ ഡൈനസ്റ്റീസും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിവിലൈസേഷൻസ് ഒക്കെ അതിനകത്ത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ പിന്നീട് നമ്മൾ മെഡീവലിലേക്ക് വരുന്ന സമയത്ത് സുൽത്താനേറ്റ്, മുഗൾ ഇറ ഒക്കെ അതിനകത്ത് വരും. പിന്നെ അതേപോലെ തന്നെ ഇവരുടെയൊക്കെ എക്കണോമിയുടെ നേച്ചർ എന്താണ്, അഡ്മിനിസ്ട്രേഷൻ്റെ നേച്ചർ എന്താണ്, ഇൻ ഷോർട്ട് ഓൾമോസ്റ്റ് എവറിത്തിങ് എന്ത് ചെയ്യും ക്വസ്റ്റ്യനിൽ കാണാനായിട്ട് പറ്റും. ആർട്ട്, ആർക്കിടെക്ചർ, പെയിന്റിങ് എല്ലാം വരും. പിന്നെ ഈ ഒരു ഫ്യൂഡലിസം ഡിബേറ്റ്, അതായത് നമ്മളെ ഏർലി മെഡീവൽ ഇന്ത്യയുടെ ഫീച്ചേഴ്സ്, ഓൾസോ ഏർലി മെഡീവൽ ഇന്ത്യയിലെ ഡൈനാസ്റ്റീസ്, പല്ലവാസ്, ചേരാസ്, ചലൂക്യാസ്, ഇങ്ങനെയൊക്കെ ഡൈനാസ്റ്റീസിനൊക്കെ എന്ത് ചെയ്യാറുണ്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് കാണാനായിട്ട് പറ്റാറുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നെറ്റ് എക്സാമിന് പോകുന്നത് പോലെ ഭയങ്കര ഡെപ്തിലേക്ക്, ഭയങ്കര ആഴത്തിലേക്ക് പോകൂല എന്നുള്ളൊരു മാറ്റം മാത്രമാണ് അതിനകത്ത് വരുന്നത്. ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഫെമിലിയർ ആയിരിക്കും. അതുപോലെ തന്നെ നെറ്റിലെ പോലെ ഭയങ്കരമായിട്ട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിന്റെ ഒരു അതിപ്രസരം എവിടെ ഉണ്ടാവാറില്ല, ഈ സെറ്റ് എക്സാമിൽ ഉണ്ടാവാറില്ല. കുറച്ചുകൂടിയൊക്കെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിനാണ് കൂടുതൽ നമ്പർ ഉണ്ടാവാറുള്ളത്, എനിക്ക് എണ്ണത്തിൽ കൂടുതൽ ഉണ്ടാവാറുള്ളത്. ഈ പറഞ്ഞ ക്രോണോളജിയും ഒക്കെ താരതമ്യേന കുറവാണ് എന്നുള്ളത് തന്നെയാണ്. പിന്നെ അതേപോലെ അറിയാലോ, ഇത് പേപ്പറിലായതുകൊണ്ട് തന്നെ
നമുക്ക് അതിന് OMR കറക്റ്റിക്കാൻ അല്ലെങ്കിൽ അത് ബബിൾ ചെയ്യാനൊക്കെ കുറച്ച് സമയം അധികം എടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ സ്റ്റിൽ നമുക്ക് അതിന് മാർക്ക് എന്താണ് പറയല്, ഐ മീൻ അതിൻ്റെ സമയം കൂടുതലുണ്ട്. ഓൾസോ ക്വസ്റ്റ്യൻ്റെ എണ്ണം കൂടുതലുണ്ട്. പിന്നെ ഇതിനകത്ത് നെറ്റ് എക്സാമിന് ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് ആണെങ്കിൽ സെറ്റ് എക്സാമിന് ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് വെച്ചിട്ടാണ് ഉണ്ടാവുക. ടോട്ടൽ 240 ക്വസ്റ്റ്യൻ, ടോട്ടൽ 240 മാർക്ക്, ആൻഡ് ദർ ഈസ് നോ നെഗറ്റീവ് മാർക്ക്. അത് നെറ്റിനെ പോലെ തന്നെയാണ്. ആൻഡ് ഇവിടെ മെഡിവൽ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഈ പറഞ്ഞ ഡൈനാസ്റ്റീസ്, അവരുടെ ഫീച്ചേഴ്സ്, അഡ്മിനിസ്ട്രേഷൻ, ആർട്ട്, ആർക്കിടെക്ചർ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സിലബസിനകത്ത് ഇൻക്ലൂഡിംഗ് ആണ്. 5th യൂണിറ്റിലേക്ക് വരികയാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ആണ് നമ്മൾ പഠിക്കുന്നത്. മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചായിരിക്കും നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ, അവരുടെ ലോസ്, അവരുടെ എന്താണ് പറയുക എക്കണോമിക് പോളിസീസ്, എക്കണോമിക് റിഫോംസ്, റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്, പിന്നെ നമ്മളെ നാഷണൽ മൂവ്മെൻറ്റ്, ഗാന്ധിയൻ ലീഡർഷിപ്പ്, ഇതൊക്കെ എന്ത് ചെയ്യും ഈ ഒരു ഭാഗത്ത് വരും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി പോസ്റ്റ് 1947 പോളിസീസ്, അതായത് ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആയതിനു ശേഷം വന്നിട്ടുള്ള മാറ്റങ്ങൾ. അതിനകത്ത് ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ നമ്മുടെ നെഹ്റുവിൻ്റെ ഫോറിൻ പോളിസി, നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ്, അതുപോലെ ചൈന ഇന്ത്യ വാർ, ഇൻഡോ പാക് വാർ, എമർജൻസി, ദെൻ ഈ ഒരു എക്കണോമിക് പോളിസി, അതായത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ പോളിസീസ്, ഇങ്ങനെ തുടങ്ങി വളരെ റീസെൻ്റ് ആയിട്ടുള്ള ഇവൻറ്റുകൾ വരെ കാണുന്ന ഒരു ഏരിയ തന്നെയാണ് ഈ ഒരു പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് മോഡേൺ ഇന്ത്യയിൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. പിന്നെ അതിനകത്ത് വരുന്ന ഏരിയ ആണ് വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. നമ്മൾ കേരള ഹിസ്റ്ററിനെ പറഞ്ഞ പോലെ തന്നെ പലർക്കും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള, പേഴ്സണലി എനിക്കൊക്കെ ഭയങ്കര പ്രയാസമുള്ള ഒരു ഏരിയ ആണ് ഈ വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്ന പലപ്പോഴും ഇന്ത്യൻ ഹിസ്റ്ററി ആയിരിക്കും. പക്ഷെ ഈ ഒരു വേൾഡ് ഹിസ്റ്ററി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതൊരു പ്രത്യേകം നോട്ട് ചെയ്യേണ്ട സംഗതി എന്ന് വെച്ചാൽ ആൻഷ്യൻറ്റ്, മിഡീവൽ, മോഡേൺ, ഈ എല്ലാ ഏരിയാസും വേൾഡ് ഹിസ്റ്ററിൻ്റെ നമുക്ക് സിലബസിനകത്തുണ്ട്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് വെരി ഡീപ്പ്. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ്, അതായത് നമ്മുടെ ചൈനീസ് സിവിലൈസേഷൻ, മെസോപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ, അതുപോലെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, ഇങ്ങനെയുള്ള സിവിലൈസേഷൻസ്, പിന്നീട് ഗ്രീക്ക്, റോമൻ സിവിലൈസേഷൻസ്, അവരുടെ റോമൻ എംപയർ, അതുപോലെയുള്ള മിഡീവൽ സമയത്തുള്ള ഇസ്ലാമിൻ്റെ എമർജൻസി, അവരുടെ എംപയർ, കാലിഫേറ്റ്, ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ അതിൽ വരും. പിന്നെ അതിനകത്ത് ഈ ഒരു മോഡേൺ പീരീഡിൻ്റെ ഈ ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, അഗ്രികൾച്ചറൽ റവല്യൂഷൻ, അതുപോലെ തന്നെ ഈ ഒരു സയൻറ്റിഫിക് ടെമ്പർ, റണൈസൻസ്, റിഫോർമേഷൻ, ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ വരും. പിന്നെ നമ്മുടെ വേൾഡ് വാറുകൾ വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു എമോജൻസ് ഓഫ് ദീസ് നാഷണലിസം എന്നൊക്കെ പറയുന്ന ഭാഗം വരും. പിന്നെ ഫ്രഞ്ച് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ, അമേരിക്കൻ റവല്യൂഷൻ, ഇങ്ങനെയുള്ള റവല്യൂഷൻസ്. പിന്നെ ഇതിനകത്ത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ് അതിൻ്റെ ശേഷം കോൾഡ് വാർ വരുന്നു. ആൻഡ് ഓൾസോ ഈ ഒരു ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം വന്നിട്ടുള്ള ഓർഗനൈസേഷൻ, സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം വന്നിട്ടുള്ള UN, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അതിനകത്ത് പഠന വിധേയമാക്കണം. പിന്നെ ഈ ഒരു ആൻറ്റി കൊളോണിയൽ സ്ട്രഗിൾസ് വരുന്നുണ്ട്. നമ്മൾ ആഫ്രിക്കയിലും മറ്റുള്ള പ്രദേശങ്ങളിലൊക്കെ, അഗെയിൻ ഇന്ത്യയിലൊക്കെയുള്ള ഈ ഒരു കൊളോണിയലിസത്തിനെതിരെയുള്ള സമരങ്ങൾ, പിന്നെ ഗ്ലോബലൈസേഷൻ, ഇതൊക്കെയാണ് നമ്മുടെ വേൾഡ് ഹിസ്റ്ററിയുടെ സിലബസിനകത്ത് വരുന്നത്. അഗെയിൻ അതിലും ഈ പറഞ്ഞ വളരെ റീസെൻ്റ് ആയിട്ടുള്ള ഇവൻറ്റുകൾ വരെ വരാൻ സാധ്യത ഉള്ള ഏരിയ ആണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അറബ് സ്പ്രിംഗ് എന്നൊക്കെ പറയുന്നത്, ഇങ്ങനെയുള്ളതൊക്കെ എന്ത് ചെയ്യും അതിനകത്ത് വരും. ഒരു 2016 വരെയുള്ള ഇവൻറ്റുകളൊക്കെ അതിൻ്റെ സിലബസിൻ്റെ ഭാഗം തന്നെയാണ് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ നെറ്റ് എക്സാമിൻ്റെ തെറ്റിപ്പോയി സെറ്റ് എക്സാമിൻ്റെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത്. സോ വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ദ സിലബസ് ഓഫ് സെറ്റ് എക്സാം, സെറ്റ് ഇൻ ഹിസ്റ്ററി. ഓക്കെ, നെറ്റ് എന്നുള്ള ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വായിൽ വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു ഫോക്കസ് നെറ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് മാത്രം മനസ്സിലാക്കുക. പിന്നെ ഇതിനകത്ത് നമ്മളൊരു സിലബസിൻ്റെ ഒരു അനാലിസിസ് നമുക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ, കേരള ഹിസ്റ്ററിയിൽ ഒരുപാട് മൊഡ്യൂൾസ് ഉണ്ട്. അല്ലെങ്കിൽ കേരള ആൻഷ്യനും മെഡീവലും മോഡേൺ ഒക്കെ ചേരുമ്പോഴാണ് മൊത്തം 12 മൊഡ്യൂൾ വരുന്നത്. ബട്ട് സ്റ്റിൽ കേരള ഹിസ്റ്ററിക്ക് ഒരു എക്സ്ട്രാ എഡ്ജ് സെറ്റ് എക്സാമിനകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ഇന്റർ ഡിസിപ്ലിനറി നമ്മുടെ റിസർച്ച് മെത്തേഡ്സ്, അതുപോലെ ഹിസ്റ്റോറിയോഗ്രാഫി ഒക്കെ കാര്യമായിട്ട് വരും. പിന്നെ അതേപോലെ തന്നെ ജെൻഡർ, ദളിത്, എൻവയോൺമെന്റൽ സ്റ്റഡീസ്, ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ അതിനകത്ത് ഒരു പ്രാതിനിധ്യം ഉള്ള ഏരിയ തന്നെയാണ്. അതുപോലെ തന്നെ കമ്പാരിറ്റീവ് ഹിസ്റ്ററി എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത്രയും നമ്മൾ പറഞ്ഞത് സെറ്റ് എക്സാമിൻ്റെ വളരെ ഷോർട്ടായിട്ടുള്ളൊരു സിലബസ് അനാലിസിസ് ആണ്.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെറ്റ് എക്സാമിന്റെ സിലബസ് ശരിക്കും ലെങ്തി ആണ്, അതായത് വലിയ സിലബസ് ആണ്. അറ്റ് ദ സെയിം ടൈം സിലബസിനകത്ത് നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിന്റെ ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യം ഇല്ല. കുറച്ചുകൂടിയും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്നുകൂടി കയറി പറയുകയാണെങ്കിൽ, നിങ്ങൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് അതിലൂടെ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് സെറ്റ് എക്സാം എന്ന് പറയുന്നത്. പിന്നെ പേപ്പർ 1 ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് മസ്റ്റായിട്ടും വേണം. അത് മിക്കവാറും നമ്മുടെ BEd പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ BEdലൂടെ നമ്മൾ കവർ ചെയ്ത് പോയിട്ടുള്ള സംഗതികളാണ് അതിലുണ്ടാവുക. അതിനകത്ത് ഇപ്പോൾ ഒരു എഡ്യൂക്കേഷൻ സൈക്കോളജി ഈ ഭാഗങ്ങളൊക്കെ അതിൽ വരും. പിന്നെ ഈ പറഞ്ഞ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ഇതൊക്കെ അതിൽ വരുന്ന ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്താണ്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്താണ്, അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ്, ഇതൊക്കെയാണ് അതിൽ വരുന്ന ഏരിയാസ് എന്ന് പറയുന്നത്. സോ ഇൻ ഷോർട്ട് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സെറ്റ് എക്സാമിന് നോക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ സെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഫെർദർ വീഡിയോസ് ഒക്കെ എന്ത് ചെയ്യും നമ്മൾ ഇതിലൂടെ കൊണ്ടുവരുന്നതായിരിക്കും. തൽക്കാലം നമ്മൾ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയും സമയം നമ്മളുമായി സഹകരിച്ച എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും വണക്കം. ഓക്കെ.